പരിശുദ്ധ അമ്മ തൻ്റെ പൊന്മകളായവളേ. വിശുദ്ധ കൊച്ചുത്രേസ്യായോടുള്ള ഒരു പഴയ പ്രാർത്ഥനയിൽ നാം ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ട്: അങ്ങേ ആയുസ്സിൻ്റെ ആരംഭത്തിൽ തന്നെ സ്വർഗറാണിയായ കർമ്മല കന്യക കടാക്ഷിക്കുകയും അങ്ങ് അവിടുത്തെ വത്സല ശിശുവായി തീരുകയും ചെയ്തല്ലോ. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നിറഞ്ഞതായിരുന്നു വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ ജീവിതമെന്ന് നമുക്കറിയാം. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി അവൾക്ക് പകർന്നു കിട്ടിയത് മാതാപിതാക്കളിൽ നിന്നാണ്. രോഗക്കിടക്കയിൽ വെച്ച് പരിശുദ്ധ അമ്മ തന്നെ പുഞ്ചിരി തൂകി അവളെ സൗഖ്യപ്പെടുത്തിയതായി നവമാലിക എന്ന പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ തൻ്റെ കർമ്മല സഭയിലേക്ക് അവളെ സ്വീകരിക്കുകയും ചെയ്തു. മരിയ ഭക്തയായ വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള മൊഴിമുത്തുകൾ ഇന്നേ ദിവസം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നു: മാതൃകരങ്ങളിൽ സ്വയം അർപ്പിച്ചുകൊണ്ട് സംരക്ഷണം നേടുന്ന ശിശുവിനെ പോലെയാണ് എൻ്റെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണ ദിനത്തിൽ ഞാൻ ദൈവമാതാവിനോട് സംസാരിച്ചതും എന്നെ തന്നെ സമർപ്പിച്ചതും. പരിശുദ്ധ അമ്മയാണല്ലോ തൻ്റെ ദൃശ്യമായ പുഞ്ചിരി കൊണ്ട് എന്നെ സൗഖ്യപ്പെടുത്തിയത്. പരിശുദ്ധ കന്യക ഒരിക്കലും തൻ്റെ സംരക്ഷണം എനിക്ക് നൽകാതിരുന്നിട്ടില്ല. ഞാൻ അപേക്ഷിക്കുന്ന നിമിഷത്തിൽ തന്നെ എന്നെ സഹായിച്ചിരുന്നു. എൻ്റെ എല്ലാ പ്രയാസങ്ങളിലും ഞാൻ ഉടനെ അവളുടെ നേർക്ക് തിരിഞ്ഞിരുന്നു. എപ്പോഴും ഏറ്റവും സ്നേഹാർദ്രയായ അമ്മയെപ്പോലെ അവൾ എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നു. ദൈവമാതാവിനെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. ഒരു വൈദികനായിരുന്നെങ്കിൽ ആ അമ്മയുടെ സ്തുതിഗീതങ്ങളെക്കുറിച്ച് തീക്ഷ്ണതയോടെ ഞാൻ പ്രസംഗിക്കുമായിരുന്നു. പരിശുദ്ധ കന്യകാമറിയത്തെ ഒരു അത്ഭുത ജീവിയായിട്ടല്ല കാണേണ്ടത്, പ്രത്യുത അനുകരണ യോഗ്യയായിട്ടത്രേ. മറിയം നമുക്ക് ഒരു രാജ്ഞി എന്നതിനേക്കാൾ ഉപരി അമ്മയാണ്. പരിശുദ്ധ കന്യകയെ, അങ്ങേക്കാൾ ഭാഗ്യവതി ഞാനാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് അമ്മയായി അങ്ങുണ്ടല്ലോ. എന്നാൽ അങ്ങേക്ക് സ്നേഹിക്കാൻ മറ്റൊരു പരിശുദ്ധ കന്യക ഇല്ലല്ലോ. പരിശുദ്ധ അമ്മയുടെ പ്രിയപുത്രിയായ വിശുദ്ധ കൊച്ചുത്രേസ്യായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം.